ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സർവേയിങ്ങിൻ്റെ ഒരു കുഞ്ഞു ടോപ്പിക്ക് മൈനർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സർവേയിങ്ങിൻ്റെ 13ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ സർവേയിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം സർവേയിങ്ങിൻ്റെ ഒരുവിധം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ഡിസ്കസ് ചെയ്യാം. അതാകുമ്പോൾ എക്സാംസിന് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ ഫുൾ കാണുക. ലാസ്റ്റിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൈനർ ഇൻസ്ട്രുമെൻറ്റ്സ് ടോപ്പിക്ക് കുഞ്ഞതാണെങ്കിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് പഴയ എക്സാംസിനൊക്കെ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൈനർ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എക്സ്റ്റൻറ്റ് ആണ്. അത് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. വേറെ റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആയിരുന്നു. അതുപോലെ ഒരു റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് ബോക്സ് എക്സ്റ്റൻറ്റ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സ് എക്സ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 120 ഡിഗ്രി വരെ ഇത് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വന്നിട്ട് 1 മിനിറ്റ് ആണ്. ഹൈഡ്രോഗ്രാഫിക് സർവീസിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള പോർഷനാണ്. ഇതാണ് ബോക്സ് എക്സ്റ്റൻറ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഇൻസ്ട്രുമെൻ്റാണ് ക്ലിനോമീറ്റർ. ക്ലിനോമീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വേർട്ടിക്കൽ ആംഗിൾ. ബോക്സ് എക്സ്റ്റൻറ്റ് എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ആംഗിളായിരുന്നു. ക്ലിനോമീറ്റർ വേർട്ടിക്കൽ ആംഗിളാണ് മെഷർ ചെയ്യുന്നത്. സ്ലോപ്പ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നു. ഇതൊരു കോമ്പാക്ട് ഹാൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്ലിനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിനോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് അബനി ലെവൽ. ക്ലിനോമീറ്ററിൻ്റെ തന്നെ കുറച്ച് മോഡിഫൈഡ് ഫോമാണ്. ക്ലിനോമീറ്ററിൻ്റെ അകത്ത് ടെലസ്കോപ്പ് ആയില്ല. അബനി ലെവലിൽ നമ്മളൊരു ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിനോമീറ്ററിൽ അല്ലാതെ നമ്മൾ സൈറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഒരു മോഡേൺ ഫോം ഓഫ് ക്ലിനോമീറ്റർ എന്ന് പറയാം അബനി ലെവലിനെ. ഓക്കെ, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. മോഡേൺ ക്ലിനോമീറ്റർ എന്ന് പറയുന്നത് എന്തിനാണ്? അബനി ലെവൽ. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ മൈനർ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹാൻഡ് ലെവലിംഗ്. ഹാൻഡ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ലെവലിംഗ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അകത്തൊരു ബബിൾ ട്യൂബ് കാണും. അപ്പോൾ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ലെവലിംഗ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഹാൻഡ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് സൈക്ലോൺ ഗട്ട് ട്രേസർ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സൈക്ലോൺ ഗട്ട് ട്രേസർ എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ഗ്രേഡിയൻസ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കോണ്ടൂർ ഗ്രേഡിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് സൈക്ലോൺ ഗട്ട് ട്രേസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സൈക്ലോൺ ഗട്ട് ട്രേസർ എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് തന്നെ. അപ്പോൾ ടു എസ്റ്റാബ്ലിഷ് കോണ്ടൂർ ഗ്രേഡിയൻസ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊപ്പോർഷനേറ്റ് കോമ്പസ്. അത് ഒരു ലൈനിനെ എൻലാർജ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലിൻ്റെയും ഒരു ഡിവൈഡറിൻ്റെ ഒരു കോംബോ പോലെ. ഡിവൈഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആക്ച്വൽ ലെങ്ത്ത് തന്നെ നമുക്ക് കിട്ടും. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യുകയോ നമുക്ക് സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പം ഒരു ഡിവൈഡറിൻ്റെയും സ്കെയിലിൻ്റെ ഒരു കോമ്പിനേഷനാണെന്ന് പറയാം പ്രൊപ്പോർഷനേറ്റ് കോമ്പസ്. അത് മെയിൻ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ എൻലാർജ് ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് പ്രൊപ്പോർഷനേറ്റ് കോമ്പസിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് പെൻറ്റാഗ്രാഫ്. പെൻറ്റാഗ്രാഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻലാർജ് ചെയ്യാനും ഷ്രിങ്ക് ചെയ്യാനും, എന്തിനെ? ഏരിയയെ. ഓക്കെ, ഒരു ഏരിയയെ എൻലാർജ് ചെയ്യാനും ഷ്രിങ്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പെൻറ്റാഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇനി ചീഫ് ഫങ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ ഓഫ് എ പെൻറ്റാഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഷ്രിങ്കിങ് ഏരിയ. ഒരു ഏരിയയെ ഷ്രിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ. ഓക്കെ, ലൈനിനെ ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് കോമ്പസ്, ഏരിയ ആണെന്നുണ്ടെങ്കിൽ പെൻറ്റാഗ്രാഫ്. ഇനി പ്ലാനിമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറഗുലർ ഏരിയാസിൻ്റെയൊക്കെ പ്ലാൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സെയിം ഇതേ സെൻറ്റൻസ് തന്നെ എടുത്തിട്ടിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇനി വരുന്നതാണ് എയ്ഡോഗ്രാഫ്. എയ്ഡോഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാനിനെ എൻലാർജ് ചെയ്യിക്കുക എന്നുള്ള ഫങ്ഷനാണ് എയ്ഡോഗ്രാഫ് ചെയ്യുക. ഓക്കെ, പ്ലാനിനെ എൻലാർജ് ചെയ്യിക്കുക. ഏരിയയെ ഷ്രിങ്ക് ചെയ്യിക്കുന്നത് പെൻറ്റാഗ്രാഫ്, പ്ലാനിനെ എൻലാർജ് ചെയ്യിക്കുന്നത് എയ്ഡോഗ്രാഫ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മൈനർ ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്ന് ഇതൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
Among the following indicate which one is not included in the classification based upon nature of field of survey. ഇപ്പം സർവേയുടെ പല ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് വൺ വരുന്നത് നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ, പിന്നെ ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ മിലിറ്ററി സർവേ, ജിയോളജിക്കൽ സർവേ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. നേച്ചർ ഓഫ് ഫീൽഡിൻ്റെ കേസിൽ ലാൻഡ് സർവേ, മറൈൻ സർവേ, ആസ്ട്രോണമിക്കൽ സർവേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് ഈ പറഞ്ഞേക്കുന്നതിൽ ഏതാണ് നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേയിൽ പെടാത്തത്. ഇതിൻ്റെ അകത്ത് മൂന്നും നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേയിൽ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ലാൻഡ് സർവേ, മറൈൻ സർവേ, ആസ്ട്രോണമിക്കൽ സർവേ. സോ ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു ഡിറ്റർമിൻ ദ നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് റിവേഴ്സ്, ലേക്സ് എക്സെട്ര ദ സർവേയിങ് പ്രിഫേർഡ് ഇസ്. ഓക്കെ, നാച്ചുറൽ ഫീച്ചേഴ്സ് നമ്മൾ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സർവേ എന്താണെന്ന് പറഞ്ഞാൽ ടോപ്പോഗ്രഫിക്കൽ സർവേ ആണ്. നാച്ചുറൽ ഫീച്ചേഴ്സ് സർവേ ചെയ്തെടുക്കാൻ ടോപ്പോഗ്രഫിക്കൽ സർവേ ആണ് യൂസ് ചെയ്യുന്നത്. ദ ട്രിഗ്നോമെട്രിക്കൽ സർവേ ഈസ് ഓൾസോ നോൺ എസ്. ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതിന് മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു. എർത്തിൻ്റെ സർവേസ് ചെയ്യുമ്പോഴേക്കും പ്ലെയിൻ സർവേ ഉണ്ട്, ജിയോഡറ്റിക് സർവേ ഉണ്ട്. ജിയോഡറ്റിക് സർവേ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്ത സർവേ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ എ, ജിയോഡറ്റിക് സർവേ എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇത് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബുക്ക് ഇൻ വിച്ച് സർവേ വർക്ക് ഇസ് റെക്കോർഡഡ് ബൈ ഡയമെൻഷൻസ് ആൻഡ് സ്കെച്ചസ് ഇസ് കോൾഡ്. ആൻസർ വരുന്നത് ഫീൽഡ് ബുക്ക്. ഫീൽഡ് ബുക്കിലാണ് നമ്മൾ സാധാരണ സർവേ വർക്ക്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സൈസ് ഓഫ് ഫീൽഡ് ബുക്ക് ഇസ്. ഓക്കെ, സൈസ് ഓഫ് ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ 20x12 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, 20x12 സെൻറ്റിമീറ്റർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, റെഫറൻസ് സ്കെച്ചസ് ആർ നെസസറി ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സ്റ്റേഷൻസ് ഇൻ കേസ്. റെഫറൻസ് സ്കെച്ചസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെഫറൻസ് സ്കെച്ചസ് സാധാരണ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേഷൻ മാർക്ക് ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റെഫറൻസിനൊരു സ്കെച്ച് ഉണ്ടാക്കും. അപ്പോൾ റെഫറൻസ് സ്കെച്ച് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ സ്റ്റേഷൻ മാർക്ക് ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, സ്റ്റേഷൻ മാർക്ക് ലോസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേഷൻ മാർക്ക് റിക്വയർ ആവുന്ന കേസിൽ. അപ്പോൾ ഇത് മൂന്നും റെഫറൻസ് സ്കെച്ചിൻ്റെ നെസസിറ്റി പറയുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരേണ്ടത് ഓൾ ഓഫ് ദീസ് ആണ്. അടുത്തത്, നെക്സ്റ്റ് സർവേ വർക്ക് ഓഫീസ് വർക്ക് കൺസിസ്റ്റ് ഓഫ്. ഓഫീസ് വർക്ക്, സർവേ വർക്ക് എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ ചെയ്യും. അപ്പം ഒരു പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്ത് ഫീൽഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാഫ് യൂസ് ചെയ്തിട്ട് ലെവലിംഗ് ഫീൽഡിൽ ചെയ്യുക, അത് നമ്മുടെ സർവേ വർക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസ് വർക്കായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ, ഇതിൻ്റെ ഈ സർവേയിൽ നമുക്ക് കിട്ടിയ റിസൾട്ട്സ് വെച്ച് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ ആ പ്ലാനിൻ്റെയോ മാപ്പിൻ്റെയോ ഏരിയ ആണെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളുമല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഫീസ് വർക്കായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ വർക്ക് ഓഫ് എ സർവേയർ. ആൻസർ ഈസിയാണ്, പർച്ചേസിങ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. നെക്സ്റ്റ്, ദ സ്കെയിൽ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്പ് ഓർ പ്ലാൻ ആൻഡ് സർവേയിങ് ഈസ്. നമുക്ക് മാപ്പും പ്ലാനും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് സർവേയിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ മാപ്പോ പ്ലാനോ പ്രിപ്പയർ ചെയ്യാൻ ആ സ്ഥലത്തുള്ള ഡിസ്റ്റൻസുകളുടെ അതേ ലെങ്ത് വെച്ച് നമുക്ക് ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു ചെറിയ സ്കെയിലിലേക്ക് മാറ്റണം, അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ദ സ്കെയിൽ യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് മാപ്പ് ഓർ പ്ലാൻ ഓഫ് സർവേയിങ് ഈസ്. അപ്പം ചെറിയ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ദ സ്കെയിൽ ഇസ് സ്മോളർ സ്കെയിലാണ് മാപ്പും പ്ലാനും പ്രിപ്പയർ ചെയ്യുന്നത്. Next question, for the convenience it is necessary to draw a drawing to reduced or enlarge size. The operation is known as. Okay, നമുക്ക് ഒരു ഡ്രോയിങ്ങിനെ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യണം. ഇപ്പം ഒരു ചെറിയ നട്ട് ബോൾട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ നമുക്ക് എൻലാർജ് ചെയ്ത് വരയ്ക്കേണ്ടതായിട്ട് വരും. അതേസമയം നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്ത് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഓപ്പറേഷനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഡ്രോയിങ് ടു സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എൻജിനീയേഴ്സ് ചെയിൻ ഇസ്. എൻജിനീയേഴ്സ് ചെയിനിൻ്റെ ലെങ്ത്. ഓക്കെ, എൻജിനീയേഴ്സ് ചെയിനിൻ്റെ ലെങ്ത് എന്താണ്? 100 feet. 100 feet എത്രയാ? നമ്പർ ഓഫ് ലിങ്ക്സ് 100 links. എറർ ഇൻ ചെയിനിങ് മേ ബി ഓൾ ദ എബോവ് വരാം. ഇൻസ്ട്രുമെൻറ്റിൽ വരാം, നാച്ചുറൽ വരാം, പേഴ്സണൽ എററും വരാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇത് നോക്കുക, ഇത് ഫോർ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസസ് വിച്ച് വൺ ഇസ് ബെറ്റർ. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഇൻബാർ ടേപ്പാണ് കേട്ടോ, ഇൻബാർ ടേപ്പാണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ചില സമയത്ത് ആൻസർ കീയിൽ ചെയിൻ എന്നും വരാറുണ്ട്, ജസ്റ്റ് ചെയിൻ എന്ന് വരാറുണ്ട്. ഇൻബാർ ടേപ്പിനാണ് ചെയിനിന് കമ്പയർ ചെയ്യുമ്പം ആക്യുറസി കൂടുതൽ. അപ്പോൾ അതെല്ലാം PSC ആൻസർ കീയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമേ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കുക, 40th ക്വസ്റ്റ്യൻ. 100 meter tape is held 2 meter out of line. What is true length? അപ്പം ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് ഒരു 100 മീറ്റർ ടേപ്പ് ഉണ്ട്. 100 മീറ്ററിൻ്റെ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ 100 മീറ്ററിൻ്റെ ഒരു ടേപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തു. ആ സമയത്ത് അത് 2 മീറ്റർ ഔട്ട് ഓഫ് ലൈനായി. അപ്പോൾ ഇവിടെ വരുന്ന എറർ എന്ന് പറഞ്ഞാൽ d²/2l കൂടുതലായിരിക്കും. നമ്മുടെ ആക്ച്വൽ ഇത്രയും ലെങ്ത്ത് കിട്ടിയാൽ മതി, പക്ഷേ നമ്മളിങ്ങനെ വളഞ്ഞെടുത്തത് കൊണ്ട് ഔട്ട് ഓഫ് ലൈൻ ആയതുകൊണ്ട് ഇത്രയും ലെങ്ത്ത് കിട്ടി. അപ്പോൾ അവിടെ എറർ ഇത്രയും d²/2l വാല്യൂ കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വൽ ലെങ്ത്ത് 100 മൈനസ് d²/2l ചെയ്താൽ മതി. ഓക്കെ, d²/2l. അപ്പോൾ ഇവിടെ കിട്ടേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ 99.98 മീറ്റർ എന്തോ ആണ് വരേണ്ടത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് വിച്ച് വൺ ഇസ് ബെറ്റർ, അത് നമ്മൾ പറഞ്ഞു ഇൻബാർ ടേപ്പാണെന്ന്. നെക്സ്റ്റ് ഇത് രണ്ടും, ദ കറക്ഷൻ ടു ബി അപ്ലൈഡ് ടു ഈച്ച് 30 meter ചെയിൻ ഫോർ എ ലൈൻ മെഷേർഡ് അലോങ് എ സ്ലോപ്പ് തീറ്റ. അപ്പോൾ അതിൻ്റെത് ആൻസർ വരിക 30 × 1 - cos തീറ്റ. ഇത് കറക്ഷൻ ഫോർ സ്ലോപ്പ് അപ്ലൈ ചെയ്യുന്നത്, തീറ്റ ആംഗിൾ ഉള്ളതിൻ്റെ കറക്ഷൻ ഫോർ സ്ലോപ്പ് ഫോർ 30 meter ചെയ്യും. L × 1 - cos തീറ്റയാണ്. ഇവിടെ L 30 meter, 30 × 1 - cos തീറ്റ. ഓക്കെ, അതെല്ലാം നമ്മൾ എറേഴ്സ് ഇൻ ചെയിനിങ് പഠിക്കുമ്പം വിശദമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ആ ടോപ്പിക്സ് ഒന്നും എടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് അങ്ങ് പറഞ്ഞേ ഉള്ളൂ. അടുത്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ടെസ്റ്റിംഗ് എ ചെയിൻ ഇസ് ഫൗണ്ട് ഷോർട്ട്, ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ. അപ്പം ഒരു ചെയിനിൻ്റെ ലെങ്ത്ത് ചെറുതായിട്ട് ആക്ച്വലി ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് ഗേജിൽ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ ലെങ്ത്ത് ആക്ച്വലി ഉള്ളതിനെക്കാട്ടിലും ചെറുതായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നുകിൽ ആ ചെയിൻ്റെ റിങ്സ് നമുക്ക് ഫ്ലാറ്റർ ചെയ്യാം, അതായത് അത് വലിച്ച് നീട്ടി അത് ഫ്ലാറ്റർ ചെയ്യാം. ഓക്കെ, സർക്കുലർ റിങ്സിനെ ഫ്ലാറ്റർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ അഡീഷണൽ സർക്കുലർ റിങ്സ് എടുക്കാം, അല്ലെങ്കിൽ ആ ലിങ്ക്സ് സ്ട്രെയിറ്റൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനി ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ദ ബോക്സ് ഓഫ് ദ കോമ്പസ് ഇസ് മെയ്ഡ് ഓഫ്. കോമ്പസിൻ്റെ ആ ബോക്സ് ഉണ്ടാക്കുന്ന ബ്രാസിലാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എങ്കിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ലിങ്ക് ഇൻ സർവേയേഴ്സ് ചെയിൻ. ഒരു സർവേയേഴ്സ് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 66 ഫീറ്റാണ്. മൊത്തത്തിൽ 100 ലിങ്കുകളുണ്ട്. അപ്പോൾ ഒരു ലിങ്കിൻ്റെ നീളം എന്തായിരിക്കും? 66/100 എത്രയായിരിക്കും? 0.66 ഫീറ്റാണ് ആൻസർ വരേണ്ടത്. നെക്സ്റ്റ്, എ ചെയിൻ ഇസ് കമ്പോസ്ഡ് ഓഫ് GI വയർ ഓഫ് ഡാഷ് ഇൻ ഡയമീറ്റർ. ആ ചെയിനിൻ്റെ ആ വയറില്ലേ അതിൻ്റെ ഡയമീറ്റർ ആണ് ചോദിച്ചേക്കുന്നത്. 4 mm ആണ് കേട്ടോ ആ വയറിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ചെയിൻ പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10,000 m² ആണ് ആൻസർ വരുന്നത് കേട്ടോ. 10,000 m² ആണ്. നെക്സ്റ്റ്, 1 nautical mile is equal to. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ കൺവേർഷനൊക്കെ. ഒരു nautical mile is equal to 1.85 കിലോമീറ്റർ ആണ് ഒരു nautical mile. 1.85 കിലോമീറ്റർ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10,000 m². 1 nautical mile 1.85 കിലോമീറ്റർ. അന്ന് പറഞ്ഞ കുറച്ച് കൺവേർഷൻസ് ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയാം.
ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് യാർഡ് ആണെന്നുള്ളതും മെട്രിക് സിസ്റ്റത്തിൽ മീറ്റർ ആണെന്നുള്ളതും. അപ്പം ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നമ്മൾ ബ്രോൺസ് റോഡാണ് യൂസ് ചെയ്തത്. മെട്രിക് സിസ്റ്റത്തിൻ്റെ അകത്ത് പ്ലാറ്റിനം ഇർഡിയം ബാറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം കൺവേർഷൻ പറഞ്ഞപ്പോൾ 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് ചേരുന്നതാണ് ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. 3 ഫീറ്റ് ഒരു ഫൂട്ട് എന്ന് പറയും. അതിൻ്റെ പ്ലൂറിൽ വരുമ്പോൾ 3 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1 യാർഡ്. അതായത് ഒരു യാർഡിനെ എടുത്ത് അതിനെ 3 ഭാഗിക്കുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരായിരിക്കും ഒരു ഫൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 5.5 യാർഡിനെയാണ് ഒരു പോളെന്ന് പറഞ്ഞു. 4 പോളുകൾ ചേരുന്നതാണ് 66 ഫീറ്റ് എന്ന് പറഞ്ഞു. 66 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗണ്ടേഴ്സ് ചെയിൻ ആണെന്ന് പറഞ്ഞു. 10 ഗണ്ടേഴ്സ് ചെയിൻ, അതായത് 660 ഫീറ്റാണ് ഒരു ഫർലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ഫർലോങ് ചേരുന്നതാണ് ഒരു മൈല്. 6080 ഫീറ്റാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1 നോട്ടിക്കൽ മൈൽ ഇൻ കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് ഇവിടെ വരേണ്ടത്? 1.85 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇൻവാർഡ് ടേപ്പ് ഇസ് ആൻ അലോയ് ഓഫ്. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇൻവാർഡ് ടേപ്പ് ഇസ് ആൻ അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കർ. സ്റ്റീലിൻ്റെയും നിക്കറിൻ്റെയും അലോയ് ആണ് ഇൻവാർഡ് ടേപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂ ടു സാഗ് ഓഫ് ചെയിൻ ഓർ ടേപ്പ് ദ എറർ ഇൻ മെഷേർഡ് ലെങ്ത് ഇസ് കോൾഡ്. ഓക്കെ, ചെയിനിൻ്റെ സാഗിങ് കാരണം, ഇത് എറേഴ്സ് ഇൻ ചെയിനിങ് പഠിക്കുമ്പോൾ പറയാം. സാഗിങ് കാരണം ഇപ്പം ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവാം. ചെയിനിന് സാഗിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ എറർ ഏത് ടൈപ്പ് ഓഫ് അതിൻ്റെ സൈൻ കൺവെൻഷൻ എന്തുമായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു പോസിറ്റീവ് എറർ ആയിരിക്കും. എററാണ് കേട്ടോ പോസിറ്റീവ്. അപ്പോൾ കറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പം സാഗിങ് ഇൻ ചെയിൻ അതിൻ്റെ ആക്ച്വൽ ലെങ്ത്തിനെക്കാട്ടിലും കൂടുകയാണ് ചെയ്യുക. അപ്പം അതൊരു പോസിറ്റീവ് എററാണ് എന്നുള്ള കാര്യം ഓർക്കാം. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് എറേഴ്സ് എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് പോകുന്ന എറേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ എറേഴ്സ് എന്ന് വെച്ചാൽ കോമ്പൻസേറ്റ് ചെയ്ത് പോവാതെ ഒരു എറർ സംഭവിച്ചു, അതേ എറർ വെച്ച് അടുത്ത മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അത് അടുത്തതും കൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ വലിയ എറർ, അങ്ങനത്തെ എററിനെയാണ് അക്യുമുലേറ്റ് ചെയ്ത് പോകുന്ന എറേഴ്സ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? അത് ആ ചെയിൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണലായിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, ചെയിൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണലായിരിക്കും. If a measuring tape is too long as compared to the standard length, the error will be. ഇപ്പോൾ സാഗിങ്ങിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ സാഗിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ചെയിൻ സാഗ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ആക്ച്വൽ ലെങ്ത്തിനെക്കാട്ടിലും ഇപ്പം ടെമ്പറേച്ചറൊക്കെ ഉണ്ടായി അത് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ആക്ച്വൽ ലെങ്ത്തിനെക്കാട്ടിലും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ദ മെഷറിംഗ് ടേപ്പ് ഇസ് ടു ലോങ് as compared to the standard length. ആ എററിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് ഒരു ഇൻസ്ട്രുമെൻ്റൽ എററായിട്ട് കൺസിഡർ ചെയ്യാം. അത് കൂടാതെ നമുക്ക് പറയാൻ പറ്റും മെഷേർഡ് ടേപ്പ് അല്ലെങ്കിൽ മെഷേർഡ് ചെയിൻ എന്ന് പറയുന്നത് ഒത്തിരി നീളത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലെങ്ത്തിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവ് എറർ ആയിരിക്കും എന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. Measurement length of the line is less than the actual length. That is, when chain is too long, the error is called as negative error. Okay. അപ്പം അത് ഓർക്കുക. പിന്നെ അത് ലെങ്ത് ഓഫ് എ റവന്യൂ ചെയിൻ, ഒത്തിരിയും വട്ടം ഇങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ ഈ ചെയിൻ്റെ ലെങ്ത്തും ടൈപ്പും. അത് അപ്പോൾ റവന്യൂ ചെയിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 33 ഫീറ്റാണ്. നമ്പർ ഓഫ് ലിങ്ക്സ് 16 ലിങ്ക്സ് ആണ്. മെട്രിക് ചെയിൻ വിൽ ബി അവൈലബിൾ ഇൻ ഈ 20 മീറ്ററിലും 30 മീറ്ററിലും മെട്രിക് ചെയിൻസ് അവൈലബിൾ ആണ്. ദ ലെങ്ത് ഓഫ് ലിങ്ക് ഓഫ് എ 30 മീറ്റർ ചെയിൻ, ഒരു 30 മീറ്റർ ചെയിൻ്റെ ലിങ്കുകൾ തമ്മിലുള്ള, അതായത് 3 റിങ് വെച്ച് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ചെയിനിൻ്റെ. അപ്പം നടുക്കത്തെ റിങ് തൊട്ട് അടുത്ത ഇതിൻ്റെ നടുക്കത്തെ റിങ് വരെയുള്ളതിനെയാണ് ഒരു ലെങ്ത് ഓഫ് ലിങ്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ലെങ്ത് ഓഫ് എ ലിങ്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. ഗണ്ടേഴ്സ് ചെയിനിൻ്റെ എന്തൊക്കെയാണുള്ളത്? ഗണ്ടേഴ്സ് ചെയിനിൽ വന്നിട്ട് 66 ഫീറ്റാണ്, 100 ലിങ്ക്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.